My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 195 എപ്പിസോഡിൽ അലൂമിന എന്ന അധ്യായത്തിൻ്റെ 5-ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് അലൂമിനയുടെ വളരെ സവിശേഷമായ സ്കിൻ സിംറ്റംസ് ആണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. കൂടാതെ മ്യൂക്കസ് മെംബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളുമുണ്ട്. വളരെ രൂക്ഷമായ പല പ്രശ്നങ്ങൾ, നിരവധി ആളുകളെ രോഗശാന്തിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ലക്ഷണങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ശ്രദ്ധാപൂർവം നമുക്ക് ശ്രമിക്കാം. When we come to skin, we find that it takes on a similar state of affairs. The patient is subject to all sort of eruptions. എല്ലാത്തരം ഇറപ്ഷൻസും. ഈ ഇറപ്ഷനെ സംബന്ധിച്ചോളം വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പിന്നീട് പറയുന്നുണ്ട്. ഇറപ്ഷൻസ് എങ്ങനെ വരുന്നു, ഏത് ഘട്ടത്തിൽ വരുന്നു എന്നുള്ളത്. The skin withers, becomes dry and is subject to eruptions. ത്വക്കിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്, അതായി ശോഷിച്ച് വരണ്ട് അങ്ങനത്തെ ഒരു ആവശ്യം. ആ ഒരു സാഹചര്യത്തിൽ ഇറപ്ഷൻസ് വരാനുള്ള ഒരു നിലവൊരുങ്ങുകയാണ്. തിക്കനിങ്, കട്ടിയാകുന്നു, ഇൻഡുറേഷൻസ്, കല്ലിപ്പുകളുണ്ട്, അൾസറേഷൻസ്, വ്രണങ്ങൾ, ക്രാക്കിംഗ് ആൻഡ് ബ്ലീഡിങ്, പൊട്ടി ബ്ലീഡിങ്, രക്തമൊലിക്കുന്ന അവസ്ഥകൾ. ഇറപ്ഷൻസ് ഇച്ച് വേഴ്സ് ഇൻ ദ വാംത് ഓഫ് ദ ബെഡ്. അതിൻ്റെ മൊഡാലിറ്റി, കിടക്കയിൽ കിടന്നതിൻ്റെ ചൂട് കൊണ്ടാണ് ഈ ഇറപ്ഷൻസിൻ്റെ ഇച്ച് വർദ്ധിക്കുന്നത്. ദ സ്കിൻ ഇച്ചസ് വെൻ ദർ ഈസ് നോ ഇറപ്ഷൻ. ഇറപ്ഷൻ ഒന്നും ഇല്ലാത്തപ്പോൾ ചൊറിച്ചിലുണ്ടാകുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെൻ ബിക്കമിങ് വാം ഇൻ ബെഡ്, കിടക്കയിൽ കിടന്ന് ചൂടായാൽ മതി, ഇച്ചിങ് ഉണ്ടാവും. സോ ദാറ്റ് ഹി സ്ക്രാച്ചസ് അണ്ടിൽ ദ സ്കിൻ ബ്ലീഡ്സ്. അങ്ങനെ വരുമ്പോൾ ചൊറിഞ്ഞ് തൊലിയിൽ നിന്നും രക്തം വലിക്കുന്ന ഒരവസ്ഥ. നമ്മൾ ആഴ്സനിക്കത്തൊക്കെ നേരത്തെ കണ്ട ഒരു സമാനമായ ഒരു അവസ്ഥയാണ്. ദിസ് പ്രസൻസ് ആൻ ഐഡിയ ആസ് ടു ഇറപ്ഷൻസ് ദാറ്റ് യു വിൽ ഹാവ് ടു കൺസിഡർ. എ പേഷ്യന്റ് കംസ് ടു യു കവേർഡ് വിത്ത് കസ് ആൻഡ് ഹി സേസ്, when I get warm at night, I have to scratch and I scratch until the skin bleeds. രാത്രിയിൽ കിടക്കയുടെ ചൂട് കിട്ടുമ്പോഴേക്കും ചൊറിച്ചിൽ വരുന്നു, തൊലി രക്തമൊലിക്കുന്നവരെ ചൊറിയുന്നു. Now in alumina, it is very important to find out whether these curves were produced by the scratching or whether the eruption came out as an itching eruption. അപ്പോൾ ഈ ഇച്ചിങ് ആണോ ഇറപ്ഷൻ ആണോ ഏതാണ് ആദ്യം വന്നത് എന്നുള്ള വിഷയമാണ്. അത് പല രോഗികളും പലതരത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഈ ചൊറിഞ്ഞിട്ടാണോ ക്രസ്റ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇച്ചിങ് ഇറപ്ഷൻ എന്ന രീതിയിൽ ചൊറിച്ചിലുള്ള ഇറപ്ഷൻ രീതിയിൽ ഒരു ഇറപ്ഷൻ ഒന്നാണോ, അതിൻ്റെ ജനസിസ് എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കണം. ഫോർ എൻ അലൂമിന ഇൻ ദ ബിഗിനിങ് there is no eruption. കാരണം അലൂമിനയുടെ കാര്യത്തിൽ തുടക്കത്തിൽ ഇറപ്ഷൻ ഇല്ല, പക്ഷെ ചൊറിച്ചിലുണ്ട്. ബട്ട് ഈ സ്ക്രാച്ചസ് അണ്ടിൽ ദ സ്കിൻ ഈസ് ഓഫ് ആൻഡ് ദെൻ കംസ് ദ ക്രസ്റ്റ്. പക്ഷെ ഈ ഇറപ്ഷൻ ഇല്ലാതെ തന്നെ ചൊറിഞ്ഞ് ഈ തൊലി വിട്ടുപോയി ചോര ഒലിക്കുന്നവരെ ചൊറിയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലാണ് ഈ ചെറിയ ക്രസ്റ്റ് വരുന്നത്. യു മസ്റ്റ് ഹിയർ പ്രിസ്ക്രൈബ് നോട്ട് ഫോർ ദി ഇറപ്ഷൻ ബട്ട് ഫോർ ദ ഇച്ചിങ് ഓഫ് ദ സ്കിൻ വിത്തൗട്ട് ഇറപ്ഷൻ. അപ്പോൾ ഇറപ്ഷൻ എന്നുള്ള വെച്ചുകൊണ്ടുള്ള ഒരു സിംറ്റം എടുക്കരുത്, പകരം അതിന് മുമ്പുള്ള അവസ്ഥ ഇറപ്ഷൻ ഇല്ലാതെ തന്നെയുള്ള സ്കിന്നിലെ ഇച്ചിങ് എന്നുള്ളതാണ് അവിടെ നമ്മൾ എടുക്കേണ്ട സിംറ്റം. നൗ ഇൻ മെസീറിയം, ആഴ്സനിക്കം, ഡോളിക്കോസ് ആൻഡ് അലൂമിന ദ സ്കിൻ ഇച്ചസ് ആൻഡ് ഹി സ്ക്രാച്ചസ് അണ്ടിൽ ബ്ലീഡ്സ് ആൻഡ് ദെൻ ഹി ഗെറ്റ്സ് റിലീഫ്. ഈ ചൊറിച്ചിൽ വന്നിട്ട് മാന്തുമ്പോഴേക്കും റിലീഫ് ഉണ്ടാകുന്നൊരവസ്ഥ മെസീറിയത്തിൽ, ആഴ്സനിക്കത്തിൽ, ഡോളിക്കോസിൽ, അലൂമിനയിൽ. ഓഫ് കോഴ്സ് ആഫ്റ്റർ ദിസ് ദർ ഈസ് ആൻ അപ്പറന്റ് ഇറപ്ഷൻ ബിക്കോസ് കസ് ഫോം. ഇതിന് ശേഷം, ഈ ഒരു ഘട്ടത്തിന് ശേഷം ചെറിയ ക്രസ് ഉണ്ടായിട്ട് ചെറിയ പരുക്കൾ പോലെ വരുന്നു. അപ്പോൾ ആ ഒരു അതിൻ്റെ ഓർഡർ, അതിൻ്റെ ക്രമമാണ് വളരെ പ്രധാനം. ആസ് സൂൺ ആസ് ദ ഹീലിംഗ് ബിഗിൻസ് ദ ഇച്ചിങ് ബിഗിൻസ്. ഇത് കഴിഞ്ഞിട്ട് ചൊറിഞ്ഞ് തൊലി പോയി രക്തം വന്നു, അപശമിച്ചു. അത് കഴിഞ്ഞാൽ തൊലി ഹീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇച്ചിങ് വീണ്ടും ആരംഭിക്കും. ആൻഡ് ഹീസ് ഓൺലി റിലീവ്ഡ് വെൻ ദ സ്കിൻ ഈസ് റോ. റിലീഫ് ഉണ്ടാകുന്നപ്പോഴാണ് മാന്തി തൊലി പോയി
രക്തം പൊടിയുന്നൊരവസ്ഥ വരുന്ന അവസ്ഥയിൽ മാത്രമേ ഇയാൾക്ക് ചൊറിച്ചിൽ നിന്നും റിലീഫുള്ളൂ. നമ്മൾ ആഴ്സനിക് ആൽബത്തിൽ നമ്മൾ കണ്ടതുമാതിരി വിത്ത് ദ ബ്ലീഡിങ് ആൻഡ് മോയ്സ്ചർ ഓഫ് ദ സ്കിൻ ദർ ഇസ് റിലീഫ് ഓഫ് ദ ഇച്ചിങ്. അപ്പൊ ഈ ബ്ലീഡിങ് കൊണ്ടും ചൊറിഞ്ഞ് തൊലി നനഞ്ഞിരിക്കുന്നൊരവസ്ഥയിലും ചൊറിച്ചിൽ നിന്നും ആശ്വാസമുണ്ട്. Now, some of the books do not make the distinction between itching without eruption and itching with eruption. അപ്പോൾ ചില പുസ്തകങ്ങളിൽ ഈ ഇച്ചിങ്ങും ഇറപ്ഷനും തമ്മിലുള്ള ഒരു ബന്ധം ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇറപ്ഷൻ ഇല്ലാതെ തന്നെ ഇച്ചിങ്, ഇറപ്ഷനോടുള്ള ഇച്ചിങ്, അത് രണ്ടും ചിലർ പറയില്ല, ചില ടെസ്റ്റുകൾ പറയില്ല. പക്ഷേ അതിൻ്റെ ക്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞു, ഒരു ഡ്രഗ് പിക്ചർ, ഒരു ഡ്രഗിൻ്റെ കഥ പറയും, എപ്പോൾ തുടങ്ങി, എങ്ങനെ പരിണമിച്ചു, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ഹെൻസ് മോസ്റ്റ്ലി ഓൾ യങ് ഡോക്ടേഴ്സ് ഗെറ്റ് ഇൻ ടു തിങ്കിങ് ദാറ്റ് itching of the skin must always be associated with eruption and make a mistake in figuring out what kind of eruption it is. അപ്പോൾ ഇത് 1.5 നൂറ്റാണ്ട് മുമ്പുള്ള കാര്യമാണ് കെന്റ് പറയുന്നത്. ഇപ്പോൾ ടെക്സ്റ്റുകളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് അദ്ദേഹം പറയുന്നത്, അന്നത്തെ യുവ ഡോക്ടർമാർ ഇത്തരം പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇങ്ങനെ തെറ്റായ ധാരണ എടുത്തും. അതായത് തൊലിയിൽ ചൊറിച്ചിലുണ്ടാകുമ്പോൾ അവിടെ എന്തോ പരുക്കൾ, ഇറപ്ഷൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു മുൻവിധി. അങ്ങനെ വരാൻ എന്ത് സംഭവിക്കും? ആ ഇറപ്ഷൻ്റെ അല്ലെങ്കിൽ ആ ഇച്ചിങ്ങിൻ്റെ തനത് സ്വഭാവം ശരിക്കും ഗ്രഹിക്കാൻ പറ്റാതെ പോകും. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ തെറ്റാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും അങ്ങനത്തെ ആ ഡിസ്റ്റിങ്ഷൻ ഒരിക്കലും തെറ്റിപ്പോകരുത്. അതിൻ്റെ ജനസിസ്, ഇറപ്ഷൻ്റെ ജനസിസ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദ സ്കിൻ തിക്കൻസ് ആൻഡ് ഇൻഡറേറ്റ്സ് ആൻഡ് അൾസറേറ്റ്സ്. ഇനി ഇത് മാത്രമല്ല, ഇങ്ങനെ ഈ ഒരു അവസ്ഥ ഉണ്ടായി കുറേ കഴിയുമ്പോഴേക്കും തൊലി കട്ടിയാവുന്നു, കല്ലിപ്പുകൾ ഉണ്ടാകുന്നു, വ്രണങ്ങളുണ്ടാകുന്നു. ആൻഡ് ദർ ആർ ഇൻഡറേഷൻസ് അണ്ടർ ദ അൾസേഴ്സ്. ഈ വ്രണങ്ങളുടെ താഴെ കല്ലിപ്പുണ്ടാവും. ദർ ഈസ് എ വെരി സ്ലഗ്ഗിഷ് കണ്ടീഷൻ ഓഫ് ബോത്ത് മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് സ്കിൻ വിത്ത് എ ടെൻഡൻസി ടു ഇൻഡറേഷൻ. അപ്പോൾ ഈ മ്യൂക്കസ് മെംബ്രെയിൻ ആയാലും തൊലി ആയാലും ഒരു സ്ലഗ്ഗിഷ് കണ്ടീഷൻ, ഒരു ഹീലിംഗ് വേണ്ട രീതി നടക്കുന്നില്ല, സ്ലഗ്ഗിഷാണ്. അങ്ങനെ വരാൻ നേരത്ത് ഇതിൽ തിക്കനിങ് ഉണ്ടാകുന്നു, ഇൻഡറേഷൻസ് ഉണ്ടാകുന്നു, തൊലിയിൽ കല്ലിപ്പുണ്ടാകാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു. ആ ഒരു സ്ലഗ്ഗിഷ് കണ്ടീഷൻ കൊണ്ട് തിക്കനിങ് ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ വിൽ ബി ഫൗണ്ട് എനിവെയർ. ഇനി മ്യൂക്കസ് മെംബ്രെയിൻ ശ്ലേഷ്മസ്തരത്തിലും എവിടെ വേണമെങ്കിലും ഈ ഒരു തിക്കനിങ് നമുക്ക് കാണാം. ആഫ്റ്റർ തിക്കനിങ് കം ലിറ്റിൽ അൾസറേഷൻസ്. ഈ കല്ലിപ്പുണ്ടായിട്ട് തൊലി അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ കട്ടിയായ ശേഷം അവിടെ കൊച്ചു വർണ്ണങ്ങളും ഉണ്ടാവും. ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ഇൻജറേഷൻസ് ആർ ഫോംഡ് അറ്റ് ദ ബേസ് ഓഫ് ദ അൾസേഴ്സ്. അടുത്ത സ്റ്റേജ് ഈ അൾസറേഷൻ്റെ വ്രണങ്ങളുടെ അടിയിൽ കല്ലിപ്പുണ്ടാകുന്നതാണ്. ആദ്യം തൊലി കട്ടിയാകുന്നു, തിക്കാകുന്നു, അൾസറേഷൻ വരുന്നു, അൾസറേഷൻ്റെ കീഴിൽ ബേസായിട്ട് കല്ലിപ്പ് വരുന്നു, ഇൻജറേഷൻസ് വരുന്നു. ദ സെയിം തിങ് ഈസ് ട്രൂ ഓഫ് ദ സ്കിൻ. അപ്പോൾ സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിനിലും രണ്ടും അനലോഗസ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. Dryness and burning run through everything and may be said of all the mucous membrane and the skin in general. വരണ്ട ഒരവസ്ഥയും പൊള്ളുന്നൊരു അനുഭവം ഇത് മ്യൂക്കസ് മെംബ്രെയിൻ ആയാലും സ്കിന്നിലായാലും എവിടെയും ഉണ്ടാകും. അതൊരു ജനറൽ കണ്ടീഷനാണ്, അലൂമിനിയം ജനറൽ കണ്ടീഷനാണ്. ശ്ലേഷ്മസ്ഥലങ്ങളിലും ത്വക്കിലും ഏത് ഭാഗത്തായാലും ശരി വരണ്ടൊരവസ്ഥയും ചൊറിച്ചിലും. ക്രോണിക് ഗ്രാനുലർ ലിഡ്സ്, കണ്ണിൻ്റെ കാര്യം പറയുകയാണ്. ഗ്രാനുലർ ഇങ്ങനെ പൊറ്റ പിടിച്ച പോലുള്ളൊരു കൺപോളകൾ, അതൊരു വളരെ പഴകിയൊരവസ്ഥ. ഇഫ് യു ടേൺ ദ ഐലിഡ്സ് ഡൗൺ വി വിൽ സീ ദാറ്റ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഈസ് തിക്കൻഡ്. അപ്പോൾ ഈ ഐലിഡ്സ് കൺപോളകൾ താഴേക്ക് ഇങ്ങനെ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിലെ മ്യൂക്കസ് മെംബ്രെയിൻ കണ്ണിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലേഷ്മസ്ഥലമാണ്. അവിടെയും കട്ടിയാകുന്ന ഒരു പ്രവണത ഉണ്ടായിട്ട് നമുക്ക് മനസ്സിലാവും. സംടൈംസ് ദി തിക്കനിങ് ഓർ ഹൈപ്പർട്രോഫി കോസ് എ ടേണിംഗ് ഔട്ട് ഓഫ് ദ ലിഡ്സ് ലൈക്ക് എക്ടോപ്പിയൻ. ഇങ്ങനെ വരാൻ നേരത്ത് ചിലപ്പോൾ ഈ കൺപോള ഇങ്ങനെ തളർന്നിങ്ങനെ താഴേക്ക് മറന്നു കിടക്കുന്നൊരു അവസ്ഥ പോലെ വരാം. ദ ഐലാഷസ് ഫോൾ ഔട്ട്, ഐലാഷസ് ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥ. ദാറ്റ് ഈസ് കീപ്പിംഗ് വിത്ത് ദ ജനറൽ സ്റ്റേറ്റ്. അപ്പോൾ ഈ മുടി ഒഴിഞ്ഞു പോകുമെന്ന് പറയുന്നത്, രോമം കൊഴിഞ്ഞു പോകുമെന്ന് പറയുന്നത് ആലുമിനിലൊരു പൊതു അവസ്ഥയാണ്. ഏത് ഭാഗത്ത് മുടിയും കൊഴിഞ്ഞു പോകാം. ദ ഹെയർ ഓഫ് ദ സ്കാൽപ്പ് ഫാൾസ് ഔട്ട് എക്സ്റ്റെൻസീവ്ലി. തലയിലെ മുടി വളരെ ധാരാളമായി കൊഴിഞ്ഞു പോകുന്നു. ആൾ സോർട്സ് ഓഫ് സൗണ്ട് ഇൻ ദ ഇയേഴ്സ്, ബസ്സിങ് എക്സെട്ര. ഈ ചെവിയിലാണെങ്കിൽ വല്ലാത്തൊരു ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മൂളലും
മുഴക്കമൊക്കെ ഉണ്ട്. ആൻഡ് ഡിറേഞ്ച്മെന്റ് ഓഫ് ഹിയറിംഗ്, കേൾവി തന്നെ ആകെ ക്രമം തെറ്റിപ്പോകുന്നു, ഡിറേഞ്ച്ഡ് ആവുന്നു. പ്യൂരിലന്റ് ഒട്ടോറിയ, ചെവിയിൽ നിന്നും പഴുപ്പൊലിക്കുന്നു. പോയിന്റ് ഓഫ് നോസ് ക്രാക്ഡ്, ഒരു പ്രോറെ കൊട്ടിയിരിക്കുകയാണ്, മൂക്കിന്റെ തുമ്പ് ക്രാക്ഡ് ആണ്, മുണ്ടുകേറി. ഇസ് ഇൻ കീപ്പിംഗ് വിത്ത് റെമഡി, ഈ ഔഷധത്തിലുള്ളതാണ്. Intuitions here and there so that it favors lupus and epithelioma in one who is subject to these swellings and eruptions. ഇത്തരം സ്കിന്നിൽ നീർക്കെട്ടും ഇറപ്ഷൻസും ഉണ്ടാകുന്ന തരത്തിലുള്ള ആളുകളിൽ ലൂപ്പസും എപ്പിത്തേലിയമയും ഉണ്ടാകുന്ന തരത്തിൽ കല്ലിപ്പുകൾ വരും. അലൂമിന ആൻഡ് അലുമൻ ലൈക്ക് ആർസനിക്കും ലാക്കസസ് സൾഫർ ആൻഡ് കൊണിയം ആർ മെഡിസിൻസ് ദാറ്റ് റിലേറ്റ് ടു ദീസ് ട്രബിൾസ്. ഇത്തരം അവസ്ഥ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കല്ലിപ്പുകൾ ഉണ്ടായിട്ട് ലൂപ്പസിനും എപ്പിത്തീലിയമയും ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. ഇങ്ങനെയുള്ള ആളുകളാണ് ഇത്തരം നീർക്കെട്ടുകളും ഇറപ്ഷൻസും പരുക്കളും ഉണ്ടാകാനുള്ള ഒരു ടെൻഡൻസിയുള്ള ആളുകളിൽ. അപ്പോൾ അവിടെ അലൂമിന വരുന്നുണ്ട്, അലൂമിൻ വരുന്നുണ്ട്, ആർസനിക്, ലാക്കസസ്, സൾഫർ, കൊണിയം. Some of these have made brilliant cures where there is infiltration. ഇൻഫിൽട്രേഷൻ സംഭവിക്കുന്ന കണ്ടീഷൻസിൽ ഈ ഔഷധങ്ങൾ ചിലത് ഒന്നാന്തരം രോഗശാന്തികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ദ സ്കിൻ ഓഫ് ദ ഫേസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ദർ ഇസ് ക്രോളിംഗ്. ഇനി അടുത്തത്, മുഖത്തിന്റെ ഓടയും മറ്റ് ശരീരഭാഗങ്ങളിലൊക്കെ ക്രോളിംഗ്, ഇങ്ങനെ നിറച്ച് നടക്കുന്ന പോലെ, ഉറുമ്പോ പുഴുവൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്ന പോലത്തെ ഒരു ഫീല്. ഇച്ചിങ് എസ്പെഷ്യലി വെൻ ഗെറ്റിംഗ് വാം, ചൂടാകുമ്പോഴാണ് ഈ ഇച്ചിങ്ങും ഈ ക്രോളിങ്ങും ഒക്കെ വരുന്നത്. സെൻസേഷൻ ഓഫ് ടെൻഷൻ, ഒരു വലിഞ്ഞു മുറിയൊരു ഫീല്, തൊലി ഇങ്ങനെ വലിഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു തോന്നല്. പെക്യുലർ സെൻസേഷൻ അബൌട്ട് ദ ഫേസ് ആൻഡ് അതർ പാർട്സ് നോട്ട് കവേർഡ് ബൈ ക്ലോത്തിങ്. എ സെൻസേഷൻ ഓഫ് ഡ്രൈഡ് വൈറ്റ് എഗ് ഓൺ ദ ഫേസ്. മുഖത്തും അംഗവീടായിട്ടുള്ള ഭാഗങ്ങളിലും ഈ മുട്ടയുടെ വെള്ള ഇങ്ങനെ പുരണ്ടിട്ട് അത് ഉണങ്ങുന്നു. ഉണങ്ങുമ്പോഴേക്കും ഇത് വലിയും, ഇത് ഷ്രിങ്ക് ചെയ്യുമല്ലോ, അത് വലിയുന്നൊരവസ്ഥ. പശ ആയിരുന്നെങ്കിൽ പോലും വന്നിട്ട് അതിങ്ങനെ ചുരുങ്ങുമ്പോൾ വലിഞ്ഞ് തൊലിങ്ങനെ വലിഞ്ഞ് ഒരു ടെൻഷനോടെ ഉണ്ടായൊരവസ്ഥ. ഇത് മുട്ടയുടെ വെള്ള പുരണ്ടിട്ട് ഉണങ്ങാൻ നേരത്ത് ഉണ്ടാകുന്ന പോലെ ആകാം. രക്തം ഉണങ്ങുമ്പോൾ അങ്ങനെ ഉണ്ടാകാം. രക്തം ഉണങ്ങുമ്പോഴും അതിന്റെ വോളിയം കുറഞ്ഞ് ചുരുങ്ങിയിട്ട് അങ്ങനെ ഒരു വലിയ ഉണ്ടാക്കുന്ന മുറിവിലൊക്കെ ഇങ്ങനെ വലിയുമല്ലോ. ഓർ കോബ് ഓൺ ദ ഫേസ്, കോബ് ഇങ്ങനെ കട്ടിയുള്ള ചിലന്തി വല, ഇങ്ങനെ കൂടുപോലിരിക്കുന്ന ചിലന്തി വല, അത് വന്നാലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്ന ഇങ്ങനെ വലിയുമല്ലോ. ഇഫ് യു ഹാവ് എവർ ബീൻ ഗോയിങ് ത്രൂ എ പ്ലേസ് വെർ ദർ ആർ കോബബ്സ് ആൻഡ് ലിറ്റിൽ കോബബ് ഹാസ് സ്ട്രങ് അക്രോസ് യുവർ ഫേസ്, യു വിൽ നോ വാട്ട് എ പെക്യുലർ സെൻസേഷൻ ഓഫ് ക്രോളിംഗ് ഇറ്റ് പ്രൊഡ്യൂസസ്. ഒരു ഉദാഹരണം പറയാണ്, ഇങ്ങനെ മാറാലകൾ നിറഞ്ഞൊരു പ്രദേശം, ഒരു കാട്ടുപ്രദേശം, ചില പ്രദേശത്ത് ധാരാളം ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒറ്റ സിംഗിൾ പ്ലെയിനിലുള്ള മാറാല, ഇങ്ങനെ തിക്കായിട്ടുള്ള മാറാല, അങ്ങനത്തെ മാറാലുള്ള സ്ഥലത്തോട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ അങ്ങനത്തെ മാറാലയാണ് ഈ കോബബ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സാധാരണ സ്പൈഡേഴ്സ് വെബ് എന്ന് പറയുന്ന മാതിരി അല്ലത്. ഇത് വന്നിട്ട് മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത, ഒരു ചൊറിയുന്ന അല്ലെങ്കിൽ ഇഴഞ്ഞു നടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. ആൻഡ് യു കനോട്ട് ലീവ് ഇറ്റ് അലോൺ ആൻഡ് ഇറ്റ് ഈസ് റിമൂവ്ഡ്. അപ്പോൾ ഇത് ആ ഫീലിംഗ് മാറണമെങ്കിൽ ആ കോബബ് എടുത്ത് മാറ്റണം, ആ മാറാലെടുത്ത് മാറ്റണം. മുട്ടയുടെ വെള്ളം ഉണങ്ങിയിരുന്നെങ്കിൽ അത് പൊളിച്ച് കളയണം. ബ്ലഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കളയുന്നവരാ ഫീൽ ഉണ്ടാവും. ആ ഒരു ഫീലാണ് അലൂമിനയിൽ കാണുന്ന ഒരു വളരെ ടിപ്പിക്കൽ ആയിട്ടൊരു ഫീല്. ദാറ്റ് സെൻസേഷൻ പർട്ടിക്കുലർലി ബിലോങ്സ് അലൂമിന, ബോറാക്സ് ആൻഡ് ബാരിറ്റ കാർബ്. ഈ ഒരു അവസ്ഥ ഇത്ര കൃത്യമായിട്ടൊക്കെ എന്തത് വിശദീകരിക്കുന്ന നോക്കുക. ഒരു കട്ടിയുള്ള മാറാലയോ മുട്ടയുടെ വെള്ളയോ രക്തമോ മറ്റൊക്കെ പറ്റിപ്പിടിച്ച് ഉണങ്ങിയിട്ട് അതിങ്ങനെ സ്കിന്നിലൊരു വലിവ്, ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു തോന്നല്. അലൂമിനയില്, ബോറാക്സില്, ബാരിറ്റ കാർബില്. ലിറ്റിൽ ക്രൗളിങ്സ് ആൻഡ് ക്രീപ്പിങ്സ് ഇൻ ദ സ്കിൻ, ഇത് മറ്റൊരു ഫീലാണ്. നമ്മൾ നേരത്തെ ചില ഔഷധങ്ങൾ കണ്ടിട്ടുണ്ട്. തൊലിയിൽ ഇങ്ങനെ ഇഴഞ്ഞു കിടക്കുന്ന പോലെ, ക്രീപ്പിങ്, ഇങ്ങനെ നുരച്ചു കയറുന്ന പോലുള്ള ഫീല് നമ്മൾ നേരത്തെ ചില ഔഷധങ്ങൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ തൊലിയുടെ അകത്ത് തോന്നുന്നതായിരിക്കും, അകത്തുണ്ടാകുന്നത് വേറെ ചില ഔഷധങ്ങളിലൂടെ തൊലി പുറത്താണ്. ഇച്ചിങ് ഓഫ് ദ ഫേസ്, മുഖത്ത് ചൊറിച്ചില്. These symptoms are so irritating that the patient will sit and rub his face all the time. ഇത് വളരെ വല്ലാത്തൊരു അസ്വസ്ഥ ഉണ്ടാക്കുന്നത്, ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ലക്ഷണമാണത്. അപ്പോൾ ആൾ ഉറക്കത്തിനാണെങ്കിലും കിടന്നു കഴിയുമ്പോൾ ശരീരം ചൂടാകുമ്പോഴാണ് ഈ ഇറപ്ഷൻ, ഈ ചൊറിച്ചിൽ വരുന്നത്. അപ്പോൾ എഴുന്നേറ്റിരുന്ന്
മാന്താൻ തുടങ്ങും, മുഖം മാന്തുക. യു തിങ്ക് ദാറ്റ് ഹീസ് നെർവസ്. ഇത് കണ്ടാൽ തോന്നുന്നു ഇയാൾക്ക് എന്തോ മനോവിഭ്രാന്തിയാണ്, നെർവസ്നെസ് കൊണ്ടാണെന്ന് തോന്നും. അതൊരു ഫിസിക്കൽ ഇച്ചാണെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നില്ല. ഹി ഹാസ് ദ അപ്പിയറൻസ് ഓഫ് ബീങ് നെർവസ് ആസ് ഹി സിറ്റ്സ് റബ്ബിങ് ഇൻ ദ ബാക്ക് ഓഫ് ഹിസ് ഹാൻഡ്സ്. അയാൾക്ക് അങ്ങനത്തെ ഒരു മനോവിഭ്രാന്തിയുടെ ഒരു തോന്നലാണ് അയാൾ കാണുന്നുണ്ടാകുന്നത്. എഴുന്നേറ്റ് മുഖം ഈ കൈയുടെ പുറം ഭാഗമൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. മനോരോഗികളൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു പ്രക്രിയയായിട്ട് കാണുന്നവർക്ക് തോന്നാം. ഹീസ് വെൽ ടു ഫൈൻഡ് ഔട്ട് വെദർ ഹി ഡസ് ദിസ് ബിക്കോസ് ഹി കനോട്ട് കീപ് ഹിസ് ഹാൻഡ് സ്റ്റിൽ ഓർ ബിക്കോസ് ഓഫ് ദ ഇച്ചിങ്. അപ്പോൾ ഇത് കണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് കൈ അനക്കാൻ പറ്റാതെ ഒരു കോപ്രായം കാണിക്കുന്നതാണോ അല്ലെങ്കിൽ ചൊറച്ചിൽ കൊണ്ടാണോ എന്ന് കണ്ടു നിൽക്കവർക്ക് തോന്നില്ല. ചില മാനസികമായിട്ട് കൈകൾ കിട്ടി ഇങ്ങനെ ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്യുമല്ലോ, അങ്ങനെ കാണിക്കുന്നതാണോ ചൊറിയുന്നതാണോ എന്ന് ശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രവൃത്തിയാണ് ഈ അലൂമിന രോഗിയിൽ കാണുന്നത്. ബിക്കോസ് ഓഫ് ദിസ് ഇച്ചിങ് സെൻസേഷൻ ഇൻ ദ ഫേസ് ഹി ക്യാരീസ് ദ ഹാൻഡ് ടു ദ ഫേസ് ആസ് ദോ ടു ബ്രഷ് അവേ സംതിങ്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കൈ ഇങ്ങനെ മുഖത്തിനോട് കൊണ്ടുപോയി എന്തോ ഇങ്ങനെ തുടച്ച് കളയാൻ, ബ്രഷ് ചെയ്ത് കളയാനുള്ള വണ്ണം കൈ ഇങ്ങനെ മുഖത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഇത്തരം വിസ്തരണം കണ്ടാൽ നമുക്ക് രോഗിയിൽ ഇത് കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാണുമ്പോഴേക്കും ഇതൊരു മനോരോഗം കൊണ്ട് കാണിക്കുന്ന, കൈകൊണ്ട് കാണിക്കുന്ന ആംഗ്യങ്ങളാണോ ശരിക്കും ഒരു ഫിസിക്കലി ഇച്ചാണോ എന്നൊക്കെ സംശയം തോന്നുന്നൊരവസ്ഥ. കൈ എപ്പോഴും മുഖത്തേക്ക് കൊണ്ടുപോകൽ, കൈയുടെ പുറംഭാഗം ചൊറിയൽ, കട്ടിയാകൽ, വ്രണങ്ങൾ വരൽ, വ്രണങ്ങളിടയിൽ കല്ലിപ്പുണ്ടാകൽ, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ ഇത്തരം നിരവധി രോഗാവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. അവരെയൊക്കെ സുഖപ്പെടുത്താൻ തക്കതായ ഔഷധങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട്. ഇവിടെ തന്നെ അലൂമിന കൂടാതെ മറ്റ് റിലേറ്റഡ് ആയിട്ട് പല ഔഷധങ്ങളെക്കുറിച്ചൊക്കെ എന്ത് പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ നമുക്ക്, അതിനെക്കുറിച്ച് കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡ് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.